കൊച്ചി കലൂരിൽ മെട്രോ പില്ലറിന് മുകളിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാനുള്ള ദൗത്യം രാത്രി 11 മണിക്ക് ശേഷം തുടരും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അവശനിലയിലായ പൂച്ചയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ടതിന് പിന്നാലെ ക്രെയിൻ അടക്കം എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഫയർഫോഴ്സും ആനിമൽ റെസ്ക്യൂ സംഘവും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മെട്രോ സർവീസ് പൂർണ്ണമായും നിർത്തിവെച്ചായിരുന്നു ദൗത്യം നടത്തിയത്. എന്നാൽ പൂച്ച പില്ലറിന്റെ മറുഭാഗത്തേക്ക് മാറിയതോടെ ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. ഗതാഗത കുരുക്കും രൂക്ഷമായി വലിയ തോതിൽ വാഹനങ്ങൾ വന്നു പോകുന്ന ഇടമാണല്ലോ. അപ്പോൾ ഒരു വശത്തോടി വാഹനം കടത്തിവിട്ട് അവിടെ ക്രെയിൻ അടക്കമുള്ളവയൊക്കെ ക്രമീകരിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ പലപ്പോഴും ഈ ഉദ്യോഗസ്ഥർക്ക് തന്നെ വരുന്ന വാഹനങ്ങളുടെ മുന്നിൽ പെട്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ രാത്രി മെട്രോ സർവീസുകൾ അവസാനിച്ച ശേഷം രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാമെന്ന തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു. പ്രദേശവാസികൾ സുഭാഷ് എന്നാണ് പേരിട്ടത്. നമുക്കറിയാവുന്നതാണ്. ഉയരത്തിൽ കുടുങ്ങി എന്നുള്ളത് കൊണ്ടാണ് ഈ സിനിമയെ അനുസ്മരിപ്പിക്കും വിധം സുഭാഷ് എന്ന പേര് പൂച്ചയെ വിളിച്ചു തുടങ്ങിയത് എന്നുള്ളതാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സമാനമായ സാഹചര്യത്തിൽ ഒരു കൗതുകത്തിന്റെ പേരിൽ വിളിച്ചു തുടങ്ങിയതാണ്. പക്ഷേ ഈ ദിവസങ്ങൾ തുടരുന്ന സമയത്ത് പൂച്ച അവശനാണ്, ഭക്ഷണം കിട്ടുന്നില്ല, ഇറങ്ങാൻ കഴിയുന്നില്ല എന്ന കാര്യം ബോധ്യപ്പെട്ടപ്പോഴാണ് അതിനെ രക്ഷിക്കണം എന്നൊരു പൊതുചിന്ത ഉയർന്നു വന്നത്. ഓപ്പറേഷൻ മ്യാവു എന്ന പേരിലാണ് ദൗത്യം തുടങ്ങിയത്. പൂച്ചയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നും താൽക്കാലികമായി ഭക്ഷണം എത്തിച്ചിട്ടുണ്ട് എന്നും രക്ഷാപ്രവർത്തകർ പിന്നീട് പറയുകയും ചെയ്തു. മെട്രോ ഓഫ് ചെയ്യണം, അത് അകത്ത് മുകളിലോട്ട് കയറി. ഇപ്പോൾ മെട്രോ 11 മണിക്ക് മെട്രോ ഇല്ല. അപ്പോൾ അത് കാരണം 11 മണിക്ക് ശേഷം ഈ റെസ്ക്യൂ ഓപ്പറേഷൻ തുടരാനാണ് പ്ലാൻ. അപ്പോഴത്തേക്കും പിന്നെ ഇലക്ട്രിക്കൽ സ്റ്റോപ്പ് ചെയ്യാം. അതിന് ആർക്കും കുഴപ്പമില്ല. അത് ഓടുക എന്നാണ് പറഞ്ഞത്. ഓടി അത് മുകളിലോട്ട് കയറി. ഇല്ല ഉച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അത് ഓൾറെഡി ഇപ്പോൾ ഒരു ഫിഷ് അവിടെ എത്തിച്ചിട്ടുണ്ട്. ചെയ്തിരിക്കും തീർച്ചയായിട്ടും ചെയ്തിരിക്കും. ഷബാസ് അഹമ്മദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷബാസ്, ഓപ്പറേഷൻ മ്യാവു എപ്പോൾ തുടങ്ങും ഇനി? മധു, അല്പസമയത്തിനകം തന്നെ ഈ ഓപ്പറേഷൻ മ്യാവു ആരംഭിക്കുമെന്നാണ് ഫയർഫോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 11:45 ഈ മെട്രോയുടെ വൈദ്യുത സംവിധാനങ്ങളെല്ലാം ഓഫ് ചെയ്ത ശേഷമായിരിക്കും ഓപ്പറേഷൻ മ്യാവു ഇനി പുനരാരംഭിക്കുക. എന്ന് നമ്മൾ കണ്ടതാണ്. ഒരു പൂച്ചയെ രക്ഷിക്കാനായി എല്ലാവിധ സംവിധാനങ്ങളും നിർത്തലാക്കിക്കൊണ്ട് ഒരു പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമം വലിയ രീതിയിൽ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. മെട്രോയടക്കം നിർത്തിവെച്ചുകൊണ്ട് ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പൂച്ചയെ താഴെ ഇറക്കാനുള്ള ശ്രമം കാര്യമായി തന്നെ ഇന്ന് നടന്നത്. പക്ഷേ വലിയ ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം വിഫലമായി പോവുകയായിരുന്നു. പൂച്ച താഴെ ഇറങ്ങാൻ കൂട്ടാക്കാതെ രക്ഷാപ്രവർത്തകരൊക്കെ കബളിപ്പിച്ചുകൊണ്ട് മറുഭാഗത്തേക്ക് ഓടുകയായിരുന്നു. ഇനി എന്തായാലും മെട്രോ ഓഫാക്കിയ ശേഷം അല്ലെങ്കിൽ മെട്രോ പ്രവർത്തനം നിർത്തിയ ശേഷം 11:45 ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്നാണ് ഫയർഫോഴ്സ് അടക്കം അറിയിക്കുന്നത്. ഇനിയുള്ള രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ഈ കാടുകൾ മരപ്പെട്ടിയൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂട് എത്തിച്ചുകൊണ്ട് അതിൽ ഭക്ഷണം വെച്ചുകൊണ്ട് ഈ പൂച്ചയെ അതിലേക്ക് കയറ്റാനുള്ള ശ്രമമായിരിക്കും ഇനി നടത്തുക എന്നാണ് ഫയർഫോഴ്സ് നിലവിൽ അറിയിക്കുന്നത്. അതിനായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് കൂടടക്കം എത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 11:45 ഈ കൂടടക്കം ഈ കലൂരിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടക്കുന്നത്. എന്തായാലും കാര്യമായ ശ്രമങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും പൂച്ചയെ രക്ഷിക്കാൻ ഉണ്ടാകുന്നുണ്ട്. നാട്ടുകാരും ആനിമൽ റെസ്ക്യൂ പ്രവർത്തകരും ഫയർഫോഴ്സും മെട്രോയും എല്ലാം ഈ കൈകോർത്താണ് ഈ മെട്രോ പില്ലറിനുള്ളിൽ ഭക്ഷണമില്ലാതെ കുടുങ്ങി അവശനിലയിൽ കിടക്കുന്ന പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇന്ന് രാത്രി തന്നെ ഏകദേശം പൂച്ച താഴെ ഇറങ്ങുമെന്നൊരു പ്രതീക്ഷയാണ് ഈ ഫയർഫോഴ്സ് അടക്കം പങ്കുവെക്കുന്നത്. അതിനായി ഈ കൂടടക്കം എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇന്ന് രാത്രി 11 മണിക്ക് ശേഷം കല്ലൂരിൽ നടക്കുക. മധു, ശരി. ഷബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. 11 മണിക്ക് ശേഷം എന്ന് പറയുമ്പോൾ മെട്രോ പ്രവർത്തനം അവസാനിപ്പിക്കും, സർവീസ് അവസാനിപ്പിക്കും. അതിനുശേഷം അവിടെ കുറച്ച് സാങ്കേതികമായ അപകട ഭീഷണിയുണ്ട് മെട്രോയുടെ പില്ലറിലേക്കൊക്കെ ആളുകൾ കയറുന്നതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് സർവീസ് അവസാനിപ്പിച്ചതിന് ശേഷം ഈ രക്ഷാപ്രവർത്തനവുമായി പോകാം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നിലവിൽ വിചാരിക്കുകയും ചെയ്യുന്നത്. നമുക്ക് തത്സമയം കാണാം ഈ രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ് നമ്മളും ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്.